സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഇന്നലെ ഫോറിയർ സീരീസ് അത്യാവശ്യമൊക്കെ പറഞ്ഞു. ഇനി അതിൽ ഒന്ന് രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് കൂടി നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫോറിയർ ഇന്റഗ്രലിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ഇന്നലെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു എക്സാമ്പിൾ കൂടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, വിത്തിൻ ദ റേഞ്ച് -2 to 2 ഉള്ള റേഞ്ചിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മളുടെ അവര് ഓൾറെഡി നമുക്ക് ഫോറിയർ സീരീസ് നമുക്ക് തന്നു എന്ന് വിചാരിക്കാം. നോർമലി ഇപ്പൊ സം കേസിൽ ഇപ്പൊ എന്ത് ചെയ്യും, ഫോറിയർ സീരീസ് നമുക്ക് ഗിവൺ ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4/3 plus 16/π² sigma n is equal to 1 to infinity minus 1 raised to n divided by n square cos n pi x divided by 2 എന്ന് പറയുന്ന ഫോറിയർ സീരീസ് ആണ്. മീൻസ് ഈ ഗിവൺ ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് എന്ന് വിശ്വസിക്കാം നമ്മൾ. എന്നിട്ട് ചിലപ്പോൾ നമ്മളോട് പറയും, കുറച്ച് ഓപ്ഷൻസ് തരും, ലൈക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഒക്കെ തരും. ഫോർ എക്സാമ്പിൾ π/2 is equal to π/4 plus 2/π plus some 1/1² plus and so on. പല ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ആൻസർ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനിലോട്ട് എത്തിക്കാൻ പറ്റണം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ എന്താ ചെയ്യാന്നുള്ളത്. ജസ്റ്റ് ഇവിടെ ഞാൻ റിമാർക്ക് ചെയ്തരാം നിങ്ങൾക്ക്. ആ പോയിന്റ് ഓർത്ത് വെക്കണം. 2-3 പോയിന്റ്സിന് ഒന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. റിമാർക്ക് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ നമ്മൾ നോർമലി π²/6ൻ്റെതോ അല്ലെങ്കിൽ π²/8ൻ്റെ ഒക്കെ സീരീസ് ഇതിൽ നിന്ന് ഫോം ചെയ്യാനാണ് പറയാം. അപ്പൊ നമ്മൾ അത് ജസ്റ്റ് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏത് റൈറ്റ് ഓപ്ഷൻസ് എന്നുള്ളത് ചൂസ് ചെയ്യാം. ഇവിടെ ഒരു ടെക്നിക്ക് ഉള്ളത്, നോർമലി π²/6ൻ്റെയും അല്ലെങ്കിൽ π²/8ൻ്റെയും ഒക്കെ സീരീസ് നമുക്ക് ഓൾറെഡി അറിയുന്ന സീരീസ് ആയിരിക്കും. അപ്പൊ സീരീസ് അറിയെങ്കിൽ പിന്നെ നമ്മൾ ഇത് ഓൾ പ്രൊസീജിയറിലോട്ട് പോകേണ്ട ആവശ്യമില്ല. സം ടൈം നമുക്ക് അറിയാത്ത കേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പൊ നോക്കാം നിങ്ങൾക്ക് ഇത് ഈ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² എന്ന് പറയുന്നതിന്റെ ഫോറിയർ സീരീസ് നമുക്ക് ഗിവൺ ആണ്. ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒരു റിമാർക്ക് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തരാം. അറ്റ് ബോത്ത് ദ എൻഡ് പോയിന്റ്സ് മീൻസ് എൻഡ് പോയിന്റ്സ് എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ -2 + 2 ആണ് കേട്ടോ. ഓഫ് ദ ഇന്റർവൽ -L, +L മീൻസ് ഇതാണ് ഇന്റർവൽ എങ്കിൽ the Fourier series converges to the Fourier series converges to 1/2 f of -L plus f of plus L. ഇത് ഒരു പോസിബിലിറ്റി ആണ്. സോ നമുക്കറിയാം ഇവിടെ 2 എന്ന് പറയുന്ന പോയിന്റ് ആണ്, അല്ലെങ്കിൽ -2 എന്ന് പറയുന്ന പോയിന്റ്സ് ആണ് എന്ത് എൻഡ് പോയിന്റ്സ് എന്ന് പറയാം. സോ നമ്മളെ ഫംഗ്ഷൻ നോർമലി എന്ത് ചെയ്യണം, എഫ് ഓഫ് 2 എന്നുള്ള ഒരു കേസ് എടുത്തു നോക്കാം നമുക്ക്. മീൻസ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എക്സിന് ഞാൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എഫിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതും കിട്ടുന്ന റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ 2 ഈ എഫ് ഓഫ് എക്സിൽ പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. പക്ഷെ നമുക്കറിയാം ഈ റിമാർക്ക് ഉപയോഗിച്ചിട്ട് ഇതിന്റെ വാല്യൂ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം. ആ കൺവേർട്ട് ചെയ്യുന്ന വാല്യൂസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കറിയാം 1/2 എഫ് ഓഫ് -L എന്ന് പറയുന്ന പൊസിഷനിൽ ഏതാ, എഫ് ഓഫ് -L എന്ന് പറയുമ്പോൾ എഫ് ഓഫ് -2 മീൻസ് എക്സിന് നിങ്ങൾ -2 കൊടുത്താൽ എന്താ കിട്ടുക, 4 കിട്ടും അല്ലെ. 2² മീൻസ് -2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 കിട്ടും. പിന്നെ പ്ലസ് എഫ് ഓഫ് +L എന്ന് പറയുമ്പോൾ +L എന്ന് പറയുന്നത് +2 ആണ് നമ്മളെ കേസിൽ. അഗെയിൻ എഫ് ഓഫ് എക്സിൽ എക്സിന് വരെ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 4 കിട്ടും. സോ 4 + 4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ 1/2 4 + 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 4 കിട്ടും. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി നമ്മുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫോറിയർ സീരീസ് 4ലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, എക്സിന് 2 ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പൊ നമ്മളെ ഫംഗ്ഷൻ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് ഓൾറെഡി നമുക്കറിയാം. അത് ഫോറിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യുന്നത് നോക്കിക്കോ. നിങ്ങൾ ഇന്നലത്തെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഈസിയാണ്, അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ 4 എന്ന് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു 4/3. നമ്മൾ ഈ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്തത് 2-ലായതുകൊണ്ട് ഞാൻ ഈ ടേം കംപ്ലീറ്റ് ഞാൻ എവിടേക്കോ എക്സ് ഉണ്ടോ അവിടെയൊക്കെയാണ് എന്ത് കൊടുക്കാൻ പോവാണ്, 2 കൊടുക്കാൻ പോവാണ്. പ്ലസ് 16/π². ഞാൻ ഈ സീരീസ് എക്സ്പാൻഡ് ഫസ്റ്റ് n-ന് 1 കൊടുക്കുന്നു. n-ന് 1 കൊടുത്താൽ -1/1. -1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെ, ഡിവൈഡഡ് ബൈ 1² cos n/x ഡിവൈഡഡ് ബൈ 2. സോ cos n 1 ആണ്, പൈ x-ന് 2 കൊടുത്തു, ബൈ 2 പ്ലസ് അഗൈൻ n-ന് ഞാൻ 2 കൊടുക്കുന്നു. സോ -1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ +1 ആണ്, ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ cos 2π x-ന് 2 കൊടുത്തു, ഡിവൈഡഡ് ബൈ 2 ആൻഡ് സോ ഓൺ. വേണമെങ്കിൽ ഒരു ടേമും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. 1/- മീൻസ് -1/3 എന്ന് പറയുമ്പോൾ -1 ഡിവൈഡഡ് ബൈ 3² cos 3π2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ. സോ 4 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ 4/3 ഞാൻ ലെഫ്റ്റിലോട്ട് എടുക്കുന്നു. 4/3 which is equal to 16/π² -1 ഡിവൈഡഡ് ബൈ 1². അങ്ങനെ തന്നെ എഴുതുക, കാരണം നിങ്ങൾ 1² എന്ന് പറഞ്ഞാൽ 1 നമുക്ക് അറിയെങ്കിൽ കൂടി, പക്ഷെ എന്താ പറയാ, ആ ഇക്വേഷന്റെ ഫോം നമുക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്താം. ഇവിടെ cos π2 ഡിവൈഡഡ് ബൈ 2 ആണ്. 2 gets cancelled. സോ cos π എന്ന് പറഞ്ഞാൽ അഗൈൻ എന്ത് ചെയ്യും, -1 വരും, പ്ലസ് 1/2². ഇവിടെ ഒരു 2 ക്യാൻസൽ ചെയ്തു, ബാക്കി എന്ത് ചെയ്യും, cos 2π എന്ന് പറഞ്ഞാൽ cos 2π എന്ന് പറഞ്ഞാൽ +1 ആണ് വരിക, അല്ലെ? cos 2π എന്ന് പറഞ്ഞാൽ നമുക്കറിയാം cos 360 ആണ്. 360 അഗൈൻ 0. സോ cos 0 എന്ന് പറയുന്നത് 1 ആണ് വരിക, -1/3². ഇവിടെ ഈ 2 പോയി ബാക്കി cos 3π എന്നുണ്ടാവും. cos 3π എന്ന് പറഞ്ഞാൽ cos π-ക്ക് തുല്യമാണ്, വിച്ച് മീൻസ് -1 വരും. ആൻഡ് ദ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. സോ നമുക്ക് ഒന്നുകൂടി ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ വരിക, 3/3 × 4 -4/3. ഈ സബ്സ്ട്രാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ സൗകര്യം പോലെ ചെയ്യാം. ഞാൻ എന്റെ കൺവീനിയന്റ് വേല് ചെയ്യുന്നു മാത്രം. which is equal to 16/π². ഇതെന്ത് വരും, -1 × 1 1/1² പ്ലസ് 1/2² പ്ലസ് മീൻസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1/3² ആൻഡ് സോ ഓൺ. സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ആദ്യത്തെ ടേമിൽ മൈനസ് മീൻസ് എല്ലാ ഓഡ് ടേംസിലും മൈനസ് വരും, പക്ഷെ ആ മൈനസ് എന്ത് ചെയ്യും, കോസിന്റെ ഉള്ളിൽ നിന്ന് ഒരു അഡീഷണൽ മൈനസ് വന്നിട്ട് എന്ത് ചെയ്യും, അത് പ്ലസ് ആയി പോകും. സോ ഹോൾ സം ഇതിനുള്ളിൽ ഈ ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന ഫുൾ സം എന്തായിരിക്കും, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 12 - 4 എന്ന് പറയുമ്പോൾ 8. 8/3 is equal to 16/π² 1/1² plus 1/2² plus 1/3² and so on. സോ ഏകദേശം നിങ്ങളെ ഫൈനൽ റിസൾട്ടിലോട് എത്താൻ പോവാണ്. ജസ്റ്റ് ഒന്നുമില്ല, ഇതൊന്നും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 8π² by 3 × 16 is equal to 1/1² plus 1/2² plus 1/3² and so on. Cancel ചെയ്തു പോയി, ബാക്കി 2. So π² by 6 is equal to 1/1² plus 1/2² plus 1/3² and so on. So നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ഗിവൺ ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് തന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ, മീൻസ് π² by 6 എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് കിട്ടും. നമ്മൾ ഉപയോഗിച്ചത് എൻഡ് പോയിന്റ്സ് റിസൾട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റിസൾട്ടിലോട്ട് എത്തിയത്. നിങ്ങൾക്ക് ഇതേ പ്രോബ്ലം തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എക്സ് is equal to ഈ ഫംഗ്ഷൻ x is equal to 0 എന്ന് പറയുന്ന കേസിൽ ഈ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. സോ ആ റിസൾട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു റിസൾട്ട് ഉണ്ടാക്കാം. ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആക്കി തരാം, നിങ്ങൾ എഴുതിയെടുത്തോ. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.
ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇനി മറ്റു റിസൾട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇതാണ്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു റിമാർക്കിനായിട്ട് എഴുതിയെടുത്തോ. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, at x is equal to 0, the given function is continuous. And ഈ പ്രോബ്ലം ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് the given function is continuous. Means അവിടെ discontinuity ഒന്നുമില്ല. The series converges to f of 0 എന്ന് പറയും. സോ ഇവിടെ നമുക്കറിയാം എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. സോ സീരീസ് എന്ത് ചെയ്യും? 0 കൺവേർജ് ചെയ്യും അല്ലെ? അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഗിവൺ സീരീസിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഹോൾ എക്സ് നിങ്ങൾ എന്ത് ചെയ്യുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ റിസൾട്ട് ലൈക്ക് 5 square by 12 is equal to 1 by 1 square minus 1 by 2 square plus 1 by 3 square minus 1 by 4 square and so. ഇങ്ങനത്തെ ഒരു സീരീസ് കിട്ടും. അപ്പൊ നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്നുമില്ല, ഞാൻ ഇപ്പൊ 3 റിമാർക്ക് പറഞ്ഞു. ഒന്ന് എന്തായാലും നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു, ഒന്ന് ഇപ്പൊ നമ്മൾ ചെയ്തു, ഇനി ഒന്ന് കൂടി ഉള്ളത് ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അറ്റ് എക്സ് ഇസ് ഈക്വൽ മീൻസ് എല്ലാ കേസിലും ഇത് വാലിഡ് ആയിക്കൊള്ളുന്നില്ല. എവിടെയാണോ നിങ്ങളെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയത് ആ കേസിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. എക്സിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് എഫ് ഓഫ് 0 is equal to 0 എന്ന് എടുക്കുക. മീൻസ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ 0 എന്ന് പറയുന്നത് നിങ്ങൾ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് എഫ് ഓഫ് 0 is equal to 0 എന്ന് പറയുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ അതേ സെയിം പ്രൊസീജിയർ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന റിസൾട്ട് വേറെ റിസൾട്ട് ആണ്. 5 square by 12 is equal to എന്ന് പറഞ്ഞിട്ട് ഉള്ള റിസൾട്ട് ആണ് ഉള്ളത്. പിന്നെ ഈ സീരീസ് ഒക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് ബൈ ഹാർട്ട് അറിയുന്ന കാര്യമാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സംടൈം നമുക്ക് ഫോറിയർ സീരീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന് ഓർക്കേണ്ടത് കേട്ടോ. ഇത്രയും മതി എന്ന് വിശ്വസിക്കുന്നു ഫോറിയറിൽ. ഇനി അതിൽ നമുക്ക് ഹാഫ് റേഞ്ച് സീരീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഹാഫ് റേഞ്ച് സീരീസ് ഓൾറെഡി നമ്മൾ ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്, എങ്കിൽ കൂടിയും ജസ്റ്റ് ഒന്ന് കൺവീനിയൻസിന് വേണ്ടിയിട്ട് പറയാം. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി എന്താ സംശയം ഉണ്ടോ ചോദിക്കണേ. സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിൽ പറയണം, ഇനി വളരെ കുറവാണെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ, ഹാഫ് റേഞ്ച് സീരീസ്. ഹാഫ് റേഞ്ച് സീരീസ് ഒന്നുമില്ല, നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞ ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷന്റെയും കേസിലുള്ള കേസ് അതേ കേസ് തന്നെയാണ്. ഇക്വേഷൻ ഒക്കെ ഒന്നുകൂടി ഒന്ന് എഴുതാന്ന് മാത്രം. അപ്പൊ ഇവിടെ നമ്മളെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടത് എന്തായിരിക്കും? 0 to L ഇന്റർവെൽ ആയിരിക്കും. ദ ഫോറിയർ കൊസൈൻ സീരീസ് expansion, the Fourier cosine series expansion of f of x on the half range interval, half range interval minus L to plus L ആയിരിക്കില്ല, നമുക്ക് 0 to L ആയിരിക്കും കേട്ടോ. 0 to L is given by മീൻസ് നിങ്ങൾക്ക് ഒരു സാറ് ഈ പോർഷൻ എടുത്തില്ല എന്ന് തോന്നാൻ വിചാരിച്ച് മാത്രം എഴുതാണ്. ഓൾറെഡി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. സോ നമ്മൾ ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷനും പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ഗിവൺ ഫംഗ്ഷൻ നമ്മൾ ഒരു റേഞ്ചിലോട്ട് മാറ്റിയതായിരുന്നു, അല്ലെങ്കിൽ 2 times എന്ന് എഴുതിയതായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് 0 to L റീജിയനിലാണ്. സോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു f of x is equal to a0 by 2 plus sigma n is equal to 1 to infinity a n cos n pi x divided by l. നിങ്ങൾ പരിചയമുള്ള ഇക്വേഷൻ അല്ല, നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. സോ നമുക്കറിയാം a0 എന്ന് പറയുന്നത് എന്താണ്? a0 എന്ന് പറയുന്നത് a0 is equal to 2 by L 0 to L f of x dx.
ഓഫ് എക്സ് ഡി എക്സ്. അതേപോലെ എ എൻ എന്ന് പറയുന്നത് 2/L 0 to L f of x cos n pi x divided by L dx അല്ല. സോ എ എന്നും എ സീറോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സെയിം റിസൾട്ട്. ഇനി ഇതിൽ സൈൻ സീരീസ് ആകുമ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം സൈൻ സീരീസ് ആകുമ്പോൾ എ സീറോ ഉണ്ടാവില്ല, എ എന്നും ഉണ്ടാവില്ല അല്ലെ. മീൻസ് എ സീറോ പോവും, എ എന്നും പോവും. സോ ഈ രണ്ട് ടേംസ് നമ്മളെ ഹോൾ ഫോറിയർ സീരീസിലുള്ള ഈ ഫസ്റ്റ് രണ്ട് ടേംസും പോയിട്ട് സെക്കൻഡ് ടേം മാത്രമേ ഉണ്ടാവും. അത് നോക്കാം. ജസ്റ്റ് ഞാൻ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോറിയറിന്റെ ഹാഫ് റേഞ്ച് സീരീസിൽ സൈൻ സീരീസ് എന്ന് പറയുന്നത് നമ്മളെ ഹോൾ ഫോറിയർ സീരീസിന്റെ സെക്കൻഡ് ടേം മാത്രമേ ഉണ്ടാവും. ബട്ട് ഇവിടുത്തെ ബി എൻ എന്ന് പറയുന്നത് 2 ടൈംസ് ഓവർ ദ എൽ 0 to L f of x sin n pi x ഡിവൈഡഡ് ബൈ മീൻസ് ആർഗ്യുമെന്റ് ആണ് ഈ ഹോൾ ടേം ബൈ എൽ ഇൻറ്റു ഡി എക്സ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ജസ്റ്റ് ഈ ഹാഫ് റേഞ്ച് സീരീസിന്റെ നമ്മളെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നാണ്. നമ്മളോട് ചോദിക്കുന്നത് സൈൻ ഫംഗ്ഷനും സൈൻ സീരീസും കൊസൈൻ സീരീസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് കൂടെ ഒന്നുകിൽ നിങ്ങൾ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ നോക്കാം. സോ നമ്മളെ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. ഇന്റർവെൽ 0 മുതൽ 2 ആണ്. സോ 0 മുതൽ 2 എന്ന് പറയുമ്പോൾ 0ന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടാണ്. സോ നമുക്ക് പറയാം ഹാഫ് റേഞ്ച് സീരീസ് ആണ് എന്ന് പറയാം അല്ലെ. സോ നമുക്ക് A0 കാൽക്കുലേറ്റ് ചെയ്യാം. A0ന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. 2/L 0 to L f of x dx. നിങ്ങൾ ചെയ്യുമ്പോൾ കഴിവിന്റെ പരമാവധി മീൻസ് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുന്ന സമയത്ത് കഴിവിന്റെ പരമാവധി ഇക്വേഷൻ എഴുതിയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. മൈൻഡിൽ നിന്ന് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ഇരിക്കുക. 2L എന്ന് പറയുന്നത് 0 to L എന്ന് പറയുമ്പോൾ 0 to 2 ആണ്. സോ 2/2 0 to 2 f of x എന്ന് പറയുന്നത് 1 ആണ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, സോ എന്ത് കിട്ടും? 2/2 എന്ന് പറയുന്നത് 1 ആയി പോയി. 1 dx എന്ന് പറഞ്ഞാൽ x വരും. ലിമിറ്റ് 0 to 2. സോ ദ റിസൾട്ട് ഈസ് A0 എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ ആണല്ലോ? A0 2. അപ്പൊ നമ്മൾ കാണുമ്പോൾ അല്ല ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫോറിയർ സീരീസ് വളരെ ലെങ്തി ആണ്. അങ്ങനൊന്നുമില്ല, ചില കേസ് വളരെ സിമ്പിൾ ആയിരിക്കും. സോ അടുത്ത എ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ n അഗെയിൻ ഇക്വേഷൻ നമുക്ക് എഴുതാം. 2/L 0 to L f of x cos n pi x divided by L dx.
സോ ഇവിടെ നമ്മള് ഒന്നുകിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് അധികം മുന്നിലോട്ട് ഡയറക്റ്റ് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇനി അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ അതിന്റെ കോംപ്ലിക്കേഷനിലോട്ട് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/2 0 to 2 f of x എന്ന് പറയുന്നത് 1 ആണ്. cos n pi x divided by L2 into dx. കോസിന് ഇന്റഗ്രേഷൻ ചെയ്താൽ sin n pi x by 2, ഈ 2 ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി n pi x by 2 ഇത് ആർഗ്യുമെന്റ് ആണ് ഇൻറ്റു 2/n pi. ലിമിറ്റ് 0 to 2. ഓക്കെ, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരിക? സൈന് ഓക്കെ 2/n pi പുറത്ത് എഴുതാം. സൈൻ n pi 2/2 മൈനസ് സൈൻ x 0 ആകുമ്പോൾ ഹോൾ ടേം 0 ആയിപ്പോ. സോ -0. ഇവിടെ 2 ക്യാൻസൽ ചെയ്തു. സൈൻ n pi എന്നുള്ളത് നമുക്കറിയാം n-ന്റെ വാല്യൂ ഇന്റീജർ ആണ്. സൈൻ n pi എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി n 1 ആയാലും 2 ആയാലും ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഈ an എന്ന് പറയുന്ന ഹോൾ ടേം 0 ആയിപ്പോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഈ സ്റ്റെപ്പ് തന്നെ ഈ ആൻസർ അറിയുമെങ്കിൽ വെറുതെ ചെയ്തു പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് an is equal to 0 എന്ന് എഴുതാം. ഇനി അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ഓക്കെ, സോ അപ്പൊ a0 ആയി an ആയി. ഇനി എന്താ ചെയ്യാം? bn കാൽക്കുലേറ്റ് ചെയ്യണം. So a0 an is equal to 0. So bn is equal to 2/L 0 to L f of x എന്ന് പറയുന്ന 1 ആണ്. sin n pi x divided by L ന് പകരം നമുക്ക് ഓക്കെ f of x ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. f of x sin n pi x divided by L into dx. അടുത്ത ലൈനിൽ L ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2/2 0 to 2 f of x sin n pi x divided by 2 into dx. f of x 1 ആണ്. സോ 1 കൊടുക്കാം. സോ 2 get cancel. ബാക്കി 0 to 2 sin n pi x divided by 2 into dx, which is equal to cos n pi x divided by 2 ഒരു മൈനസ് സൈൻ ഉണ്ടാവും സൈനിന്റെ ഇന്റഗ്രേഷൻ ആയതുകൊണ്ട് ഇൻറ്റു 2/n pi. ലിമിറ്റ് 0 to 2. നിങ്ങൾ 0 to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഞാൻ ഓരോ സ്റ്റെപ്പ് എഴുതുന്നില്ല. യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ് 1 minus -1 raised to n into 2/n pi എന്ന് കിട്ടും. ഓക്കെ, അവിടെ ഒരു പ്രശ്നം ഉണ്ട്. കാരണം n-ന് ഓഡ് ആയി കഴിയുമ്പോൾ n ഓഡ് മീൻസ് n 1 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 4 ഡിവൈഡഡ് ബൈ മീൻസ് n-ന് 1 ആകുമ്പോൾ ഈ മൈനസും കൂടി പ്ലസ് ആയി 1 + 1 2 2 into 2 4 divided by n pi എന്ന് വരും. ഇനി n ഈവൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും? n ഈവൻ ആകുമ്പോൾ ഇത് ഈ ബ്രാക്കറ്റിനുള്ളിൽ ടേം പ്ലസ് ആവും. സോ 1 - 1 എന്ന് വരും. സോ 1 - 1 0. ഹോൾ ടേം 0 ആയിപ്പോ. സോ bn-ന്റെ കേസിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലോട്ട് വരും. എന്ന് പറഞ്ഞാൽ bn is equal to രണ്ട് കേസാണ് വരിക. 0 when n is equal to even, 4/n pi when n is equal to odd. സോ നമ്മളെ കയ്യിൽ എല്ലാ ടേംസും ആയി. a0 ആയി, an ആയി, bn ആയി. സോ നമുക്ക് രണ്ട് സീരീസ് ഫോം ചെയ്യാം. ഞാൻ ജസ്റ്റ്
കൊസൈൻ സീരീസ് മാത്രം ഫോം ചെയ്യുന്ന ഈ സീരീസ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഡയറക്റ്റ് എന്താണ് a0 = 2 എന്ന് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഇത് ഡയറക്റ്റ് ആൻസർ കിട്ടും. അത് ഞാൻ എഴുതാൻ പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം നോക്കാം. f of x is equal to 4 divided by pi sin pi x by 2. Okay, ഒരു അഡീഷണൽ സ്റ്റെപ്പും കൂടി എഴുതാം. നമുക്കറിയാം ഫോറിയർ കൊസൈൻ സീരീസ് എന്ന് പറയുന്നത്, ഫോറിയർ സൈൻ സീരീസ് എന്ന് പറയുന്നത് f of x n is equal to 1 to infinity bn sin n pi x by l ആണ്. ഇവിടുത്തെ കേസിൽ നമ്മളെ കേസിൽ l എന്ന് പറയുന്നത് 2 ആണ്. സോ ഇതിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ കിട്ടും 4 ഈ 4/π നമുക്ക് പുറത്തെടുക്കാം. കാരണം എന്താ, ഈ സമ്മേഷൻ്റെ ഉള്ളിലുള്ള വാരിയബിൾ എന്ന് പറയുന്നത് n മാത്രം. സോ n മാത്രം എന്ത് ചെയ്താൽ മതി, ഉള്ളിലോട്ട് പോയാൽ മതി. സോ നമ്മൾ n-ന് 1 കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, sin pi x by 2 sin pi x by 2 ഈ ഹോൾ ഡിവൈഡഡ് ബൈ n ഉണ്ടാവും. സോ 1/1 ഫസ്റ്റ് ടേമിൽ 1/1 അങ്ങനെ തന്നെ പോകും, പ്രശ്നമൊന്നുമില്ല. സെക്കൻഡ് ടേം ഓട്ടോമാറ്റിക്കലി 0 ആണ്, n ഈവൻ ആയതുകൊണ്ട്. പിന്നെ തേർഡ് ടേം ആണ് ഉണ്ടാകുക. തേർഡ് ടേം എന്ന് പറയുന്നത് sin 3πx ഡിവൈഡഡ് ബൈ 2. l ഞാൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ 1/n ഉണ്ടാവും. ഈ 1/n എന്ന് പറയുന്നത് 1/3 വരും. നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണേ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ മനസ്സിലായാൽ കൂടിയും ചിലപ്പോൾ ഒന്ന് ചെയ്തു നോക്കിയില്ലെങ്കിൽ മറന്നുപോകും. ഈ ഫോർത്ത് ടേം ഈവൻ ആയതുകൊണ്ട് ഫോർത്ത് ടേം ഉണ്ടാവില്ല. പിന്നെ ഫിഫ്ത്ത് ടേം ഉണ്ടാവും. ഫിഫ്ത്ത് ടേം 1/5 sin 5πx ഡിവൈഡഡ് ബൈ 2 ആൻഡ് പ്ലസ് 1. അപ്പൊ നിങ്ങൾ ഈ ലാപ്ലാസ് ഫോറിയർ എന്നൊക്കെ കേസിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് എക്സ്ട്രീം കെയർ ആണ്. എക്സ്ട്രീം കെയർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനൊരു ഹോംവർക്ക് തരാം നിങ്ങൾക്ക്. ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കൊസൈൻ സീരീസ് സൈൻ സീരീസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. സെക്കൻഡ് പാർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് പാർട്ടിന്റെ കോഎഫിഷ്യൻസ് കണ്ടുവച്ചിട്ട് മാത്രം. Find the Fourier cosine series of the function. Question എഴുതി വെച്ചാൽ നിങ്ങൾ find the Fourier cosine series of the function. Cosine series of the function f of x is equal to x square in the range 0 to x less than or equal to 2 for 2 less than or equal to x less than or equal to 4. Means total range എന്ന് പറയുന്നത് 0 മുതൽ 4 വരെയാണ്. അതിൽ 0 മുതൽ 2 വരെ ഒരു ഫോമിലും 2 മുതൽ 4 വരെ മറ്റൊരു ഫോമിലാണ് നിങ്ങളെ ഗിവൺ ഫംഗ്ഷൻ ഉള്ളത്. സോ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ മാത്രം പറഞ്ഞുതരാം. a0 you will get around 16/3. an എന്ന് പറയുന്നത് 32 divided by n square pi square cos n pi by 2 minus 2/n pi sin n pi by 2 bn കിട്ടും. പിന്നെ നിങ്ങൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ f of x is equal to എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ അത് വേണമെങ്കിൽ എഴുതണം 8/3 പ്ലസ് ബാക്കി ഞാൻ എഴുതണമെന്നില്ല വിശ്വസിക്കുന്നു. ഇതേ ടേമും സമ്മേഷനും കൂടി വരും, വേണമെങ്കിൽ എഴുതിയേക്കാം 32 divided by pi square. കാരണം ഈ n square നേരത്തെ പോലെ തന്നെ സമ്മേഷൻ്റെ ഉള്ളിലോട്ട് പോകും. സിഗ്മ n is equal to 1 to infinity 1/n square cos n pi by 2 minus 2 divided by n pi sin n pi by 2 into cos n pi x by 4. Cos n pi x by 4.
ഇത്രയും മതി ഫോറിയർ സീരീസ്. ഇനി നമുക്ക് ഫോറിയർ ഇന്റഗ്രൽസിലോട്ട് കടക്കാം. ഓക്കെ ആണല്ലോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? അല്ല ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്താണ് അവസ്ഥ? സർ കോസൻ പൈ ബൈ 2 0 അല്ലേ? ഓ ആണ്. ഇവിടെ ഇവിടെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതെ അതെ. അവിടെ എന്നിന്റെ വാല്യൂക്ക് അനുസരിച്ചിരിക്കും. n 2 ആകുമ്പോൾ എന്ത് സംഭവിക്കും? 2/2 1 ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാനത് ടെർമിനേറ്റ് ചെയ്യാതിരുന്നത് കേട്ടോ. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല മോളെ? സർ ഇത് ഇതിലില്ലേ കൊസൈനിലും സൈൻ സീരീസിലും ടൈം പീരീഡ് എത്രയാണ്? 2 ആണോ? ഇവിടെ പീരീഡ് ഇവിടെ 0 to 4 റേഞ്ചിലാണ് വരിക. കാരണം നമ്മൾ ഈ 4 കൂടി ഇല്ലേ, മീൻസ് നമ്മുടെ പീരീഡ് 0 to L എന്ന് പറയുന്ന റേഞ്ച് 0 മുതൽ 4 വരെയാണ്. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ലോജിക് ഉപയോഗിക്കാണ്ട് ഈ x+4 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് മാറ്റണം. x² + 4 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കാനുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, നമ്മൾ ഫോറിയർ ഇന്റഗ്രൽസിലോട്ട് കടക്കാം. അപ്പൊ നമ്മൾ അറിയാം, ഏതൊരു പീരിയോഡിക് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അത് എന്ത് ചെയ്യാം, ഒരു സൈൻ സീരീസോ അല്ലെങ്കിൽ ഒരു കൊസൈൻ സീരീസോ അല്ലെങ്കിൽ ഇതിൽ രണ്ടും കൂടി ടേം സം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പ്രോബ്ലം ചെയ്തെടുക്കാൻ പറ്റും അല്ലെ? അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മൾ എന്ത് പറയുന്നത്, ഫോറിയർ സീരീസ് എന്ന് പറയും. ബട്ട് സം ടൈം ഫംഗ്ഷൻ പീരിയോഡിക് ആയിരിക്കണം എന്നല്ല. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോറിയർ ഇന്റഗ്രൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സമ്മേഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ നോർമൽ കേസിൽ നമുക്ക് ഒറ്റ വിസിബിലിറ്റിയിൽ നമുക്ക് തോന്നുകയില്ല എങ്കിൽ കൂടിയും, പക്ഷെ ഈ സമ്മേഷൻ നമ്മൾ സം ടൈം ചില കേസിലൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഈ സമ്മേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇന്റഗ്രേഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാറുണ്ട്. അതേപോലത്തെ ഒരു ലോജിക്കാണ് ഇവിടെയും. നമുക്ക് പീരിയോഡിക് അല്ല ഫംഗ്ഷൻ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോറിയർ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്ത കേസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഫോറിയർ ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഈസി ആണെങ്കിലും നിങ്ങൾ ഇവിടുത്തെ എന്താ പറയാ, ഇന്റഗ്രന്റ് അല്ലെങ്കിൽ വാരിയബിൾ കൃത്യം മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ മൊത്തമായിട്ട് കൊള്ളാം. ഈവൻ എനിക്ക് പോലും പലപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യമാണ്. ഫോറിയർ ഇന്റഗ്രൽസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം, ഇക്വേഷൻ എഴുതിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ കയ്യിലുള്ള ഫംഗ്ഷൻ f(x) ആണെന്ന് വിചാരിക്കാം. f(x) can be represented as 1/(π) 0 to infinity a of omega cos omega x plus b of omega sin omega x d omega. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. ആ കാര്യം കൃത്യമായിട്ട് ഓർമ്മ വേണം. നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. അപ്പൊ നമ്മൾ ഒമേഗ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒമേഗനെ ബേസ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഓട്ടോമാറ്റിക്കലി ഒമേഗയുള്ള മുഴുവൻ ടേംസ് എന്തായിട്ട് മാറും, ഒമേഗ അല്ലെങ്കിൽ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒമേഗ ഇക്വേഷൻ അങ്ങ് പോകും. പിന്നെ ബാക്കി എക്സ് മാത്രമേ ഉണ്ടാവും. സോ f(x) ആസ് എ ഫംഗ്ഷൻ ഓഫ് സം ടേംസ് ആയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരും. ആ ഐഡിയ കൃത്യമായിട്ട് ഓർമ്മ വേണം, മറ്റേ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നോർമലി നമുക്കറിയാം cos x നെ വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ cos x ന്റെ ഇന്റഗ്രേഷൻ sin x എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ അറിയാതെ എഴുതിപ്പോ, അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സ് കോൺസ്റ്റന്റ് പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളൂ. അഗൈൻ a of omega എന്ന് പറയുന്നത് -∞ to +∞. ലിമിറ്റ് ശ്രദ്ധിക്കണം, ഇവിടെ 1/π 0 to infinity ആണ്. ഇവിടെ a of omega എന്ന് പറയുന്നത് -∞ to +∞. f of t cos omega t dt. ശ്രദ്ധിക്കാം, ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ടി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി റിമൈനിങ് ആകും ഒമേഗ വരും. മീൻസ് a of omega as a function of some omega variables. ഓക്കെ, ആ കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ലിമിറ്റ് -∞ to +∞. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ 1/π ഇവിടെ എഴുതാറുണ്ട്. സോ അടുത്ത ടേമിൽ b of omega എഴുതിയിട്ട് ലാസ്റ്റ് എടുത്ത് എഴുതും. ആ കേസിൽ ഇവിടെ 1/π ഉണ്ടാവില്ല എന്ന് മാത്രം. നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഫോളോ ചെയ്യുക, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇഷ്ടമുള്ള ഏതാണ് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ 1/π, ഇവിടെ അഗെയിൻ ഒരു 1/π കൊടുക്കാൻ നിൽക്കരുത്.
ഒന്നെങ്കിൽ ഇവിടെ കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്ത് ഓട്ടോമാറ്റിക്കലി ഇതിലോട്ട് വന്നോളും. ഇനി രണ്ട് മീൻസ് ബി ഓഫ് ഒമേഗക്കും എ ഓഫ് ഒമേഗക്കും 1/π കൊടുക്കുന്നതിന് പകരം ഡയറക്റ്റ് ഇവിടെ മാത്രം കൊടുക്കുന്നതാണ് ബുദ്ധി. ചില ടെക്സ്റ്റ് ബുക്കിൽ അല്ലാതെ കാണാറുണ്ട്. ആ കാര്യം ഓർത്ത് വെച്ചാൽ മതി. ബി ഓഫ് ഒമേഗ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ ഒമേഗ ടി ഡി ടി. സോ ഈ ഇന്റഗ്രാൻഡ് അല്ലെങ്കിൽ ഈ വാരിയബിൾസ് ഡി ടി വിത്ത് റെസ്പെക്ട് നമ്മൾ ഏതാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആ കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. സോ ടി ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഒമേഗ ടേംസ് മാത്രമേ ഉണ്ടാവും. ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഡി ഒമേഗ വെച്ചിട്ടാണ്. ആ സമയത്ത് ബാക്കി എക്സ് മാത്രം റിമൈനിങ് ആവും. നമുക്ക് ഒന്നോ രണ്ടോ പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മാറും. അതിനിടയ്ക്ക് ഇവിടെ പലപ്പോഴും ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ റിലേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതൊരു പ്രോബ്ലം ആണ്. ഞാൻ ഡയറക്റ്റ് പറഞ്ഞു തരുന്നത് മാത്രം. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/π (0 to infinity) flower bracket minus infinity to plus infinity cos omega x minus t f of t dt ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു ഡി ഒമേഗ. ഇത് രണ്ടും സെയിം ആണോ? നിങ്ങൾ ഈ കാണുന്ന ഇക്വേഷനും ഈ കാണുന്ന ഇക്വേഷനും സെയിം ആണോ? പലപ്പോഴും ചോദിക്കാറുണ്ട്. ഫോറിൻ ചൂസ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ് മീൻസ് നമുക്ക് ഗിവൺ ലിസ്റ്റിന്ന് ഫോറിൻ ഇന്റഗ്രലിന്റെ ഇക്വേഷൻ ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. ബട്ട് ഈ രൂപത്തിൽ ഈ ഇക്വേഷൻ എഴുതാം. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് എന്ത് ചെയ്യുക, എ ഓഫ് ഒമേഗ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബി ഓഫ് ഒമേഗ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഈ പുറത്തുള്ള 0 to ഇൻഫിനിറ്റി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ എ ഓഫ് ഒമേഗന്റെ ബി ഓഫ് ഒമേഗന്റെ ലിമിറ്റ് ആണ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മൾ കോസ് എ മൈനസ് പി ഫോമിലുള്ള ഒരു എ മൈനസ് പി എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന ഒരു റിലേഷൻ കിട്ടും ഇതിന്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചുരുക്കി എഴുതാം. ഓക്കെ, മീൻസ് രണ്ട് കോസിന്റെ ടേമും രണ്ട് സൈനിന്റെ ടേമുള്ള ഒരു അഡീഷണൽ ടേം, ഒരു സമ്മേഷൻ ടേം വരും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ് ഒമേഗ എക്സ് മൈനസ് ടി എന്ന രൂപത്തിൽ ചുരുക്കി എഴുതി കഴിഞ്ഞാൽ നമ്മളെ ഫോറിയർ ഇന്റഗ്രലിന്റെ ഇക്വേഷൻ തന്നെയാണ് ഇത്. ഈ ഇക്വേഷനും ഈ ഇക്വേഷനും സെയിം ആണ്. ഇത് കുറച്ചും കൂടി മോർ കൺസൈസ് ഫോമിലാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബി ഓഫ് ഒമേഗയും എ ഓഫ് ഒമേഗയും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ എ ഓഫ് ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ ബി ഓഫ് ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലിമിറ്റ് മീൻസ് ഇന്റഗ്രലിന്റെ ലിമിറ്റ് പുറത്തോട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോസ് ഒമേഗ എക്സ് മൈനസ് ഒമേഗ ടിന്റെ എക്സ്പാൻഡഡ് ഫോമുല സമ്മേഷൻ വരും ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. അത് ഈ രൂപത്തിൽ ചുരുക്കി എഴുതി കഴിയാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇത് കിട്ടും. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഒരു ഫോറിയർ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫംഗ്ഷൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇൻ ദ മീൻസ് എക്സ് ലെസ് ദാൻ 0 ആവുമ്പോൾ 0 ആണ്. 1 ആണ് എന്ത്, 0 മുതൽ 1 വരെയുള്ള റീജിയനിൽ എക്സ് സമയത്തും 0 ആണ്. അപ്പൊ നിങ്ങൾ ഫംഗ്ഷൻ നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ ഏകദേശം ഇങ്ങനെ വരും. ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഈ രൂപത്തിലുള്ള ഫംഗ്ഷൻ വരും. 0 മുതൽ 1 വരെയുള്ള റീജിയനിൽ 1 വരും, ബാക്കിയുള്ള റീജിയനിലൊക്കെ 0 ആണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്, hence so that 0 to infinity
സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 2 ആർഗ്യുമെന്റ് ആണ് ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 5/2 എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, നമുക്ക് ഇവിടെ ഫോറിയർ ഇന്റഗ്രൽ ഉപയോഗിച്ചാണ് മീൻസ് അല്ലെങ്കിൽ ഈ സെക്ഷനിലുള്ള ക്ലാസ് എടുക്കുക. സോ ഫോറിയർ ഇന്റഗ്രൽ ഉപയോഗിച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് ആദ്യം എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നോക്കാം നമുക്ക് കേട്ടോ. ഒന്ന് വളരെ ഫാസ്റ്റ് ആയി ചെയ്യാം. എ ഓഫ് ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാം. എ ഓഫ് ഒമേഗ is equal to -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി. ശ്രദ്ധിക്കാം, ഞാൻ എഴുതി നോക്കുക, എഫ് ഓഫ് ടി കോസ് ഒമേഗ ടി ഡി ടി. സോ നമ്മളെ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് 0 മുതൽ 1 വരെയുള്ള റീജിയനിലാണ്. അപ്പൊ നമ്മൾ ഹോൾ റീജിയനിൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ 0 to 1 എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. 1 into cos ഒമേഗ ടി ഡി ടി. സോ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും, സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ, ലിമിറ്റ് 0 to 1. So you will get sin omega means t ക്ക് 1 കൊടുക്കുമ്പോൾ sin omega by omega കിട്ടും. t ക്ക് 0 കൊടുക്കുമ്പോൾ ഹോൾ ടേം 0 ആയി പോകും. സോ sin omega by omega ആണ് കിട്ടും. ഓക്കെ, ഇനി ബി ഓഫ് ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബി ഓഫ് ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ ഒമേഗ ടി of t sin omega t dt which is equal to 0 to 1. Again f of t എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആണ്. sin omega t dt എന്ന് വരും, sin omega t dt which is equal to -1 by omega cos omega t in the limit 0 to 1. So നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1 by omega, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, 1 by omega 1 minus cos omega എന്ന് കിട്ടും. സോ എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയായി. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫോറിയർ സീരീസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം 1/π എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യന്റ് ഉണ്ട് അവിടെ ഓൾറെഡി. സോ 1/π 0 to ഇൻഫിനിറ്റി. എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം സൈൻ ഒമേഗ ബൈ ഒമേഗ ആണ്, സൈൻ ഒമേഗ ബൈ ഒമേഗ. പിന്നെന്താ ഉള്ളത്, എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ആണ്. സോ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ. ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 1/ωമേഗ 1 മൈനസ് കോസ് ഒമേഗ, പിന്നെ ഉള്ള ടേം സൈൻ ഒമേഗ എക്സ് ആണ്, സൈൻ ഒമേഗ എക്സ്. ഈ ഹോൾ ടേം നമ്മൾ എന്ത് ചെയ്യും, വിത്ത് റെസ്പെക്ട് ടു ഡി ഒമേഗ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ എന്താ ആൻസർ വരിക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഈ 1/ωമേഗ കോമൺ ആക്കിയിട്ട് ഇവിടെ എടുക്കാം. ബ്രാക്കറ്റ് ഇന്റഗ്രലിന് പുറത്തെടുക്കാൻ പറ്റില്ല, ഇവിടെ ഇങ്ങോട്ട് മാറ്റി എഴുതാം 1/ωമേഗ. സോ നമുക്ക് തോന്നുന്നു നീറ്റ് ഫോമിലോട്ട് എഴുതാം, 1/ωമേഗ സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് 1 മൈനസ് കോസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് വരും. ഇതാണ് നമ്മൾ ആ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്, സോറി ഫോറിയർ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫർദർ എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇതാണ് ഇവിടെ ഒരു പ്രോബ്ലം, ഒരു അഡീഷണൽ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷോ ദാറ്റ് എന്ന് പറയുന്ന കേസിലോട്ട് കൊണ്ടുപോകാൻ ഡയറക്റ്റ് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങൾ റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കറിയാം സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ എ സൈൻ ബി എന്ന് പറയുന്ന പല റിലേഷൻസും ഉണ്ടായിരുന്നു. ആ റിലേഷൻ ഉപയോഗിച്ച് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2/π 0 to ഇൻഫിനിറ്റി 1/ωമേഗ സൈൻ ഒമേഗ ബൈ 2 കോസ് എക്സ് മൈനസ് 1/2 ഡി ഒമേഗ എന്ന രൂപത്തിലോട്ട് സിംപ്ലിഫൈ ചെയ്യും. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന റിലേഷൻ
സൈൻ എ സൈൻ ബി കോസ് എ കോസ് ബി എന്നൊക്കെ പറയുന്ന റിലേഷൻ നമ്മൾ +2 പഠിച്ചിട്ടുള്ള റിലേഷൻ ഉണ്ടാവും. ആ റിലേഷൻ ഉപയോഗിക്കുക. റിലേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ഈ ഫോമിലോട്ട് ഇക്വേഷൻ മാറ്റുക. ഓക്കെ, ഞാൻ എല്ലാ ഫുൾ സ്റ്റെപ്പിലൂടെ കടന്നു പോകാത്ത നിങ്ങൾ മുതിർന്ന കുട്ടികളായതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കൊടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 1/2. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1/2 കൊടുക്കുക. സോ നമുക്കറിയാം എന്ത് എഫ് ഓഫ് 1/2 എത്ര ആയിരിക്കും? എഫ് ഓഫ് 1/2, കാരണം നമ്മൾ നേരത്തെ ഗ്രാഫ് വരച്ച് ഓർക്കുന്നുണ്ടാവും. ഞാനിങ്ങനെ ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു. 0 മുതൽ 1 റേഞ്ചിൽ ഈ ഫംഗ്ഷൻ 1 ആണ്. സോ എഫ് ഓഫ് 1/2 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഫംഗ്ഷൻ 1 എന്നാണ്. സോ എഫ് ഓഫ് 1/2 എന്ന് പറയുന്ന റീജിയനിൽ ഫംഗ്ഷൻ 1 ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ഓഫ് എക്സിന് പകരം 1/2 കൊടുക്കുന്നു. സോ എഫ് ഓഫ് 1/2 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1, റൈറ്റ് ഹാൻഡ് സൈഡ് 2/π 0 to infinity 1/ω sin ω/2. സൈൻ ഈ ഒമേഗയുള്ള ടേംസിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാല് ഒമേഗ ഇവിടുത്തെ വാരിയബിൾ ആണ്. ബട്ട് കോസ് എക്സ് മൈനസ് 1/2 ഈ എക്സ് ഞാൻ എന്ത് ചെയ്യുന്നു, 1/2 കൊടുക്കുന്നു. 1/2 മൈനസ് 1/2 ഇൻറ്റു ഡി ഒമേഗ. സോ കോസ് 0 എന്ന് പറയുമ്പോൾ 1 ആയി പോവും. സോ ബാക്കി എന്ത് റിമൈനിങ് എന്ത് വരും? 2/π 0 to infinity 1/ω sin ω/2 d ഒമേഗ എന്ന് വരും. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 ഉണ്ട്. ഒന്ന് ഈ റൈറ്റ് ലെഫ്റ്റിലോട്ട് ഉണ്ട് ഇന്റർചേഞ്ച് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ π/2 ഈക്വൽ ടു 0 to infinity 1/ω sin ω/2 d ഒമേഗ. പക്ഷെ നമ്മളോട് പറഞ്ഞ എന്താ? ഷോ ദാറ്റ് π/2 ഈക്വൽ ടു 0 to infinity sin x/2 divided by x into dx is equal to π/2 എന്ന് കാണിക്കാനാ പറഞ്ഞത്. വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഒമേഗ എന്ന് എഴുതാം അല്ലെ. അപ്പോ നമ്മോട് പറഞ്ഞത് ഷോ ദാറ്റ് ഇങ്ങനെ പറഞ്ഞത് π/2 ഈക്വൽ ടു 0 to infinity sin x/2 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ് എന്നാണ്. പക്ഷെ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. രണ്ടും ഈക്വലാ? രണ്ടും ഈക്വൽ ആണോ? അല്ല ചെയ്തെടുത്ത് തെറ്റിയാ? രണ്ടും ഈക്വൽ ആണോ അല്ല രണ്ടും ചെയ്തെടുത്ത് തെറ്റിയതാ? രണ്ടും സെയിം ആണ്. കാരണം എന്താ, ഇവിടുത്തെ ഇന്റഗ്രാൻഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. മീൻസ് ആ വാരിയബിളിന്റെ നൊട്ടേഷൻ മാറിയെന്ന് മാത്രം. മീൻസ് π/2 0 to infinity sin ω/2 ഒമേഗ ഡി ഒമേഗ എന്ന് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എന്തായിരിക്കും π/2 എന്ന് പറയുന്നത് ഇതായിരിക്കും. കാരണം എന്താ, ഇപ്പൊ വേണമെങ്കിൽ ഇവിടെ sin y/2 ഹോൾ ഡിവൈഡ് ബൈ y ഇൻറ്റു ഡി വൈ എന്ന് പറഞ്ഞാലും π/2 എന്നാണ്. അപ്പൊ നമ്മൾ പല സമയത്തും വാരിയബിൾസ് മാറ്റി നമ്മൾ ഷോർട്ട് ടേം, നിങ്ങൾ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഈ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ആ ടേം ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? ആ ടേം അങ്ങ് ഇഗ്നോർ ആയി പോകും. സോ നമ്മൾ അതിനെ കുറിച്ച് വെറീഡ് ആവണ്ട. ഒമേഗ കിട്ടിയിട്ടുണ്ടെങ്കിലും ആൻസർ എക്സിൽ എഴുതിയാലും ഇനിയിപ്പോ വൈയിൽ എഴുതിയാലും വേറെ ഏതെങ്കിലും വാരിയബിൾ എഴുതിയാലും ആൻസർ എന്താണ്? സെയിം ആണ്. ആ കാര്യം ഓർത്ത് വെക്കാം. ഇനി നേരത്തെ പോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഫോറിയർ കൊസൈൻ സീരീസും ഫോറിയർ കൊസൈൻ ആൻഡ് സൈൻ ഇന്റഗ്രൽസ് ഉണ്ട്. മീൻസ് ഹാഫ് റേഞ്ചിൽ വരുമ്പോൾ ഇത് നമ്മൾ ഫുൾ റേഞ്ചിന്റെ കേസിലാണ് സൈനും കോസും കൂടി ഉള്ളത് എഴുതിയത്. ഇനി ഹാഫ് റേഞ്ചിൽ വരുമ്പോൾ എന്തുണ്ടാവും? ഫോറിയർ കൊസൈൻ ഇന്റഗ്രലും സൈൻ ഇന്റഗ്രലും ഉണ്ടാവും. ആ ഇക്വേഷൻ ചെയ്തതിനു ശേഷം നല്ലൊരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ. നോക്കാം നമുക്ക്. നേരത്തെ നമ്മൾ -∞ ടു +∞ കേസിലാണ് നമ്മൾ എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും എഴുതിയത്. ഇവിടെ നമ്മൾ ഫോറിയർ കൊസൈൻ ആൻഡ് സൈൻ ഇന്റഗ്രൽസ് എഴുതാണ്. ഫോറിയർ കൊസൈൻ ആൻഡ് സൈൻ ഇന്റഗ്രൽസ്. നമുക്ക് ഈ ഫോറിയറിലെ നിങ്ങൾ ഈ പാർട്ട് പഠിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോമിലാണ് ക്വസ്റ്റ്യൻ അധികം വരാൻ ചാൻസ് ഉള്ളത്. ഈ ഭാഗം നമുക്ക് അറിഞ്ഞു വെക്കണം, കാരണം ഓരോ മാർക്കും വിലപ്പെട്ടതാണ് കേട്ടോ. അക്കാര്യം പ്രത്യേകം ഓർക്കുക.
ഫോറിയർ ട്രാൻസ്ഫോം അതുകൊണ്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് സിലബസിലുള്ള കാര്യം ഓർക്കുന്നില്ല. ഫോറിയർ ട്രാൻസ്ഫോം എന്തായാലും ഉണ്ട്. ഫോറിയർ ട്രാൻസ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റും. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഫോറിയർ ട്രാൻസ്ഫോം ആണ് കേട്ടോ. ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് cosine integral representation of f of x on 0, infinity is എന്താ ചേഞ്ച് വരിക? f of x is equal to 1/0 to infinity a of omega cos omega x d omega. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നേരത്തെ എഴുതിയ ഇക്വേഷനുമായിട്ട്? പ്രത്യേകിച്ച് എന്താ വ്യത്യാസം ഉള്ളത്? ബി ഓഫ് ഒമേഗ എന്ന് പറയുന്ന ടേമേ അല്ല, മീൻസ് ആ സെക്കൻഡ് പോർഷന് നമ്മളെ കയ്യിലില്ല. ബാക്കി ഇക്വേഷൻ ഒക്കെ സെയിം ആണ്, മീൻസ് ഫസ്റ്റ് പോർഷൻ മാത്രമേ ഉള്ളൂ. ബട്ട് ഇത് ഇവിടുത്തെ കോയിഫിഷ്യന്റ് എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയത് -∞ to +∞ f of t cos omega t dt എന്നായിരുന്നു. ബട്ട് നമുക്ക് ഇവിടെ വരെ 2 times 0 to infinity f of t cos omega t dt. അതേപോലെ സൈൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ എഴുതി എടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സൈൻ്റെ നമ്മുടെ മാച്ച് ഇതാണ്. സൈൻ എന്ന് പറയുന്നത് ഫോറിയർ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് f of x on the interval 0 to infinity is f of x 1/0 to infinity b of omega sin omega x d omega sin omega x d omega. So b of omega എന്തായിട്ട് മാറും? b of omega is equal to 2 times 0 to infinity f of t cos omega t sin omega t dt. sin omega t dt. ഇനി ഉള്ള പ്രോബ്ലം വളരെ നല്ലൊരു പ്രോബ്ലം ആണ്. നിങ്ങൾ എത്രമാത്രം ക്യാച്ച് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. സംഭവം വളരെ മീൻസ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കൺഫ്യൂഷൻ ആവരുത്, ശ്രദ്ധിച്ച് ചെയ്യണം. നോക്കൂ. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇന്റഗ്രൽ ഇക്വേഷൻ. Find the solution of the integral equation. Solution of the integral equation equation 0 to infinity f of x cos ax dx is equal to e raised to minus a. ഇക്വേഷനും അതിന്റെ ആൻസറും തന്നിട്ടുണ്ട്. f of x cos ax dx is equal to e raised to minus a, where a is a constant. Where a is a constant. ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നത് സൊല്യൂഷൻ കാണാനാ പറയുന്നത്. സൊല്യൂഷൻ കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ f of x എന്താണെന്നാണ് കാണേണ്ടത്. മീൻസ് ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് സൊല്യൂഷൻ കാണാൻ പറയുമ്പോൾ ഈ f of x എന്താന്ന് കാണണം. അപ്പൊ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലൊന്ന് വെറുതെ ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം. എനിക്കിത് കണ്ടിട്ട് ജസ്റ്റ് ഒരു ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ പോലാണ് എനിക്ക് തോന്നുന്നത്. ഫോറിയർ ഹാഫ് റേഞ്ച് സീരീസിൽ വരുന്ന ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ പോലെ തോന്നും. സോ ഞാൻ വെറുതെ എന്ത് ചെയ്യാണ്, നമുക്കറിയാം നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് f of x is equal to, പ്രോബ്ലം ചെയ്യാണ്, ശ്രദ്ധിച്ച് നോക്കണേ, ഇത് കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതൽ. f of x is equal to 1/0 to infinity a of omega cos omega x d omega അല്ലെ? നമുക്ക് a of omega എന്താ നമുക്ക് ഓൾറെഡി നമുക്കറിയാം. a of omega എന്ന് പറയുന്നത് 2 times 0 to infinity f of t cos omega t dt ആണ്.
cos omega t dt. So ഇവിടെ എഫ് ഓഫ് എക്സ് ഉണ്ട്. ഇതിൽ എഫ് ഓഫ് എക്സ് കൂടി കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഞാൻ വെറുതെ എന്റെ കൺവീനിയൻസിന് വേണ്ടി ജി ഓഫ് എക്സ് എന്ന് എഴുതുന്നു. നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ സെക്കൻഡ് ലാപ്ടോപ്പ് ഒന്ന് ബാറ്ററി കണക്ട് ചെയ്ത കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഓഫ് ആയി പോയാൽ ബുദ്ധിമുട്ടാവണ്ട. ഞാൻ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എഫ് ഓഫ് എക്സിന് ജി ഓഫ് എക്സ് എന്ന് എഴുതിയത്. അപ്പോ എന്താ വരിക? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉദിക്കുന്നുണ്ടോ എന്താ ചെയ്യാന്നുള്ളത്? അപ്പൊ നിങ്ങൾ ഈ പൈ ഞാൻ ഈ സൈഡിലോട്ട് എടുക്കുന്നു. സോ പൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 to infinity a of omega cos omega x d omega എന്ന് വരുന്നു. അപ്പൊ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്താല് നിങ്ങൾക്ക് മനസ്സിലാവും എ എന്ന് പറയുന്നതാണ്, മീൻസ് ഈ ഇക്വേഷനിലെ എ എന്ന് പറയുന്നതാണ് ഈ ഇക്വേഷനിൽ എന്ത് എക്സ് എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെ അനലൈസ് ചെയ്ത് വേണമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തോന്നും സാർ എ അല്ലേ ഒമേഗ എന്ന്. സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യമാണ്. ഇവൻ എപ്പോഴും ആൾക്കാർ പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട് എ അല്ലേ ഒമേഗ. ശരിക്കും ഒമേഗ അല്ല, കാരണം ഇവിടുത്തെ വാരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. ഇവിടുത്തെ വാരിയബിൾ എന്താണ്? ഒമേഗയാണ് അല്ലേ? സോ ഒമേഗയുടെ കൂടെ ഉള്ള കോൺസ്റ്റന്റ് ആണ് ഇവിടുത്തെ എക്സ്. ഇവിടുത്തെ വാരിയബിൾ എക്സിന്റെ കൂടെ ഉള്ള കോൺസ്റ്റന്റ് ആണ് എ. സോ എ എന്ന് പറയുന്നത് എക്സ് ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ വാരിയബിൾ എക്സ് ആണ്, എക്സിന്റെ കൂടെ ഉള്ള കോയിഫിഷ്യന്റ് ആണ് എ. ഇവിടുത്തെ വാരിയബിൾ ഒമേഗയാണ്, ഒമേഗയുടെ കൂടെ ഉള്ള കോയിഫിഷ്യന്റ് ആണ് എക്സ്. സോ ഇവിടുത്തെ കോയിഫിഷ്യന്റും ആണ് ഈക്വൽ ആയിട്ട് വരിക. എ is equal to എക്സ് എന്ന് വരും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ എന്ത് ചെയ്യുന്നു? പൈ ഇൻറ്റു ജി ഓഫ് എ എന്ന് പറയുന്നതാണ് എന്ത്? ഇ റൈസ് ടു മൈനസ് എ. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് വെച്ച് നമുക്കറിയാം. പൈ ഓഫ് ജി ഓഫ് എ എന്ന് പറയും, പൈ ഇൻറ്റു ജി ഓഫ് എ എന്ന് പറയുന്നതാണ് എന്ത്? ഇ റൈസ് ടു മൈനസ് എ. ഈ രണ്ട് കണ്ടീഷനും നമുക്കറിയാം. ഇനി നമുക്കറിയാം എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 2 times 0 to infinity ജി ഓഫ് ടി കോസ് ഒമേഗ ടി ഡി ടി ആണ്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനിൽ എ ഓഫ് ഒമേഗ ഈക്വൽ ടു 2 times 0 to infinity. നമുക്കറിയാം നമ്മളെ ഫംഗ്ഷൻ ഇവിടെ എഫ് ഓഫ് ടി, അപ്പൊ എന്ത് ജി ഓഫ് ടി കൊടുക്കണം. സോ ജി ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? പൈ ഇൻറ്റു ജി ഓഫ് ടി എന്ന ഇ റൈസ് ടു മൈനസ് ടി ആണ് വരിക അല്ലെ? പൈ ഇൻറ്റു ജി ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു മൈനസ് ടി ആണ് വരിക, അല്ലെങ്കിൽ ജി ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു മൈനസ് ടി ഡിവൈഡഡ് ബൈ പൈ ആണ് വരിക. ഓക്കെ, സോ ഇവിടുത്തെ എഫ് ഓഫ് ടിക്ക് പകരം ഞാൻ കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ ജി ഓഫ് എക്സ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഈക്വേഷനിലും ജി ഓഫ് ടി എന്ന് എഴുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സോ ജി ഓഫ് ടിക്ക് പകരം കൊടുക്കേണ്ടത് ഇ റൈസ് ടു മൈനസ് ടി ഡിവൈഡഡ് ബൈ പൈ കോസ് ഒമേഗ ടി ഡി ടി. ഇവിടെ ഈ പൈ പുറത്തെടുക്കാം. 2 by pi 0 to infinity e raised to minus t cos omega t dt. ഈ ഇന്റഗ്രൽ നമുക്ക് ഡയറക്റ്റ് അറിയുന്ന ഇന്റഗ്രൽ ആണ് അല്ലെ? 2 by pi വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓൾറെഡി അറിയുന്ന ഇന്റഗ്രൽ ആണത്. ടു ബൈ പൈ raised to minus t cos omega t dt എന്ന് പറഞ്ഞാൽ 1/1 plus omega square എന്ന് പറയുന്ന ഇന്റഗ്രേഷൻ ആണ് വരിക. മീൻസ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത റിസൾട്ട് ഇതാണ് വരിക. സോ നിങ്ങൾ എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 2 by pi 1 plus എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 2 by pi 1/1 plus omega square എന്ന് വരും.
ശരിക്കും നമ്മുടെ എ ഓഫ് ഒമേഗ ആണ് എന്ത് നമ്മുടെ എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ എ ഓഫ് എക്സ് ആണ് നമ്മൾ എന്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയാം അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒമേഗനെ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. സോ എ ഓഫ് എക്സ് is equal to എഫ് ഓഫ് എക്സ് is equal to 2/π 1/1 plus x square. ഇത് നിങ്ങൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ഞാൻ ഇങ്ങനെ നൊട്ടേഷൻസ് മാറ്റി മാറ്റി കൊടുക്കുന്നത് കൊണ്ട് ഇത് അത്ര സിംപ്ലിഫൈ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് എ ഈക്വൽ ടു എക്സ് എന്ന് ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പൈ ജി ഓഫ് എ എന്ന് പറയുന്ന e⁻⁻a ആയിട്ട് വരും. മീൻസ് കൺവർജൻസ് ഐഡിയ ഉപയോഗിച്ചിട്ട് ഈ എക്ക് പകരം ടി കൊടുത്താൽ പൈ ഓഫ് ജി ഓഫ് ടി ഈക്വൽ ടു e⁻t എന്ന് കൊടുക്കാം. നമ്മൾ എഫ് ഓഫ് എക്സിന് പറഞ്ഞ് ജി ഓഫ് എക്സ് കൊടുത്തത് കൊണ്ട് ഇവിടെ എ ഓഫ് ഒമേഗന്റെ കേസിൽ ഇവിടെ നമുക്ക് ജി ഓഫ് ടി എന്ന് കൊടുക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എ ഓഫ് ഒമേഗ ആണ്. എ ഓഫ് ഒമേഗയുടെ സ്ഥാനത്ത് ഈ ഇക്വേഷനിൽ എ ഓഫ് ഒമേഗയുടെ സ്ഥാനത്താണ് നമ്മുടെ ഇക്വേഷനിൽ എഫ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എ ഓഫ് എക്സ് ആയിരിക്കും. എ ഓഫ് എക്സ് ഈക്വൽ 2/π 1 plus x square എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ള ഫോറിയർ ട്രാൻസ്ഫോം ആണ്. ജസ്റ്റ് ഒരു ഒറ്റ പോയിന്റ് മാത്രം പറഞ്ഞിട്ട് നിർത്താം. ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കണം, നല്ലൊരു പ്രോബ്ലം ആണ്. പക്ഷെ ഇത്തിരി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, കാരണം ഈ നൊട്ടേഷൻസ് മാറി മാറി ഉപയോഗിക്കുമ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കണമെങ്കിൽ തുടങ്ങാം. ജസ്റ്റ് ഒരൊറ്റ പ്രോബ്ലം ചെയ്ത് നിർത്താം. വിത്തിൻ 5 minutes സ്റ്റോപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും തിരക്കുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നതിന് കുഴപ്പമില്ല. കാരണം ഫോറിയർ ട്രാൻസ്ഫോം തുടങ്ങി വെച്ചാൽ എനിക്ക് അതിന്റെ പ്രോബ്ലം ഷീറ്റ് നിങ്ങൾക്ക് അയച്ചുതരാമെന്ന് വിചാരിച്ചിട്ടാണ്. നാളെ നൈറ്റ് നിങ്ങൾക്ക് പ്രോബ്ലം ഷീറ്റ് അയച്ചുതരാം കേട്ടോ. ഫോറിയർ ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം ഒന്നുമില്ല, ജസ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം പോലെ തന്നെയാണ് ഏറെക്കുറെ. ഫോറിയർ ട്രാൻസ്ഫോം ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം ലാപ്ലാസ് ഇൻവേഴ്സും ഉണ്ട്. അതേപോലെ തരുന്ന കേസാണ് ഫോറിയർ ട്രാൻസ്ഫോം. ജസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ നോർമലി ഉപയോഗിക്കാറ് അപ്പർ കേസ് എഫ് ആണ് ഇൻറ്റു എഫ് ഓഫ് ടി. മീൻസ് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. അതിന്റെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് -∞ to +∞ എഫ് ഓഫ് ടി e⁻⁻t dt. നമുക്കറിയാം, എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. സോ ഹോൾ ടി ടേംസ് അങ്ങ് പോയിട്ട് ബാക്കി എന്ത് വരും, എഫ് ഓഫ് ഒമേഗ. മീൻസ് പിന്നെ ബാക്കിയുള്ള അവിടെ ഒമേഗ ആണ്, എഫ് ഓഫ് ഒമേഗ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കിട്ടും. ഇനി ഇതിന്റെ ഇൻവേഴ്സ് കാണുകയാണെങ്കിലോ, എഫ് ഇൻവേഴ്സ് ഓഫ് ഇതിന്റെ മീൻസ് നമ്മൾ ഈ ഫംഗ്ഷന്റെ ആണ് ഇൻവേഴ്സ് എടുക്കുക. എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഒമേഗ എന്ന് പറയുമ്പോൾ 1/2π -∞ to +∞ എഫ് ഓഫ് ഒമേഗ e⁻⁻t. ശ്രദ്ധിക്കുക, ഇവിടെ പ്ലസ് ആണ് എഴുതി, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. i⁻t d⁻. സോ യു വിൽ ഗെറ്റ് ബാക്ക് എഫ് ഓഫ് ടി. ഈ രണ്ട് റിലേഷൻ ആണ് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത്. ഈ രണ്ടിനെയും പെയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വിളിക്കാറുണ്ട്. ഇപ്പൊ ഗിവൺ ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഫംഗ്ഷനെ ഈ ഇന്റഗ്രലിന്റെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ഒരു ഒമേഗ ടേംസിലുള്ള ഫംഗ്ഷൻ കിട്ടും. ഈ ഇൻവേഴ്സ് ആണ് കാണുന്നതെങ്കിൽ ഈ ഇന്റഗ്രലിന്റെ ഉള്ളിൽ കൊടുക്കുക, ഇവിടെ e⁻⁻t ആണുള്ളത്. സോ യു വിൽ ഗെറ്റ് എഫ് ഓഫ് ടി ബാക്ക്. ഓക്കെ, ജസ്റ്റ് ഒരൊറ്റ പ്രോബ്ലം ചെയ്ത് നിർത്താം. ഫസ്റ്റ് പ്രോബ്ലം, എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷൻ നിങ്ങൾ തന്നത് എ വിത്തിൻ ദ റേഞ്ച് -L to 0. മീൻസ് എല്ലിന്റെ 0ന്റെ അടുക്ക് ഈ ഫംഗ്ഷൻ എ വാല്യൂ ആണ്. അല്ലാത്ത കേസിൽ കംപ്ലീറ്റ് ഈ ഫംഗ്ഷൻ 0 ആണ്. അതർവൈസ് എ ഗ്രേറ്റർ ദാൻ 0 അല്ല, എ 0 മീൻസ് 0 ബാക്കി എല്ലാ കേസിലും എന്താണ്, ഫംഗ്ഷൻ 0 ആണ്. നോക്കാം, വളരെ സിമ്പിൾ ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നാണ് കേട്ടോ. കഴിഞ്ഞ സയന്റിഫിക് ഓഫീസർ എക്സാമിന് ചോദിച്ചത് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നാണ്. സോ നമുക്ക് ഇത് ചെയ്തു നോക്കാം. നമ്മളെ ഫംഗ്ഷൻ -L മുതൽ 0 വരെ ഉള്ളു. സോ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, -∞ to +∞ വരെ ചെയ്യേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് ടി which is equal to -L to 0. എഫ് ഓഫ് ടി എന്ന് പറയുന്ന എ ആണ്, e⁻⁻t dt. റെഡി ആണല്ലോ. സോ എ പുറത്തെടുക്കാം,
ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ ടി ഡി ടി എന്ന് പറഞ്ഞാൽ ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗ ലിമിറ്റ് മൈനസ് എൽ ടു 0. ഓക്കെ, ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാവുന്നില്ലെങ്കിൽ കൂടിയും ഈ മൈനസ് ഐനെ ന്യൂമറൽ എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ഐ ആയിട്ട് മാറും. സോ ഐ എ ഡിവൈഡഡ് ബൈ ഒമേഗ ഇ റേസ്റ്റ് മൈനസ് മൈനസ് ഐ ഒമേഗ ടിക്ക് 0 കൊടുക്കുന്ന കേസ് മൈനസ് ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എൽ. സോ എന്ത് കിട്ടും? ഐ എ ഡിവൈഡഡ് ബൈ ഒമേഗ ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ ഇൻറ്റു 0 എന്ന് പറയും ഇ റേസ്റ്റ് 0 ഇ റേസ്റ്റ് 0 എന്ന് 1 മൈനസ് ഇ റേസ്റ്റ് ഐ ഒമേഗ എൽ. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഈ ഫോറിയർ ട്രാൻസ്ഫോം. മറ്റേത് ഫോറിയർ സീരീസും ഫോറിയർ ഇന്റഗ്രലും പഠിക്കണ്ടെന്നല്ല പറയുന്നത്. ഓ ഇ റേസ് ടു ഐ ഒമേഗ കേട്ടില്ല മോളെ. പ്ലസ് ഐ ഇ റേസ് ടു പ്ലസ് ഐ അല്ലേ, മൈനസ് എൽ അല്ലേ സെക്കൻഡ് ടേം? ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ. കറക്റ്റ് ആണ്. ഇവിടെ മൈനസ് എൽ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു മൈനസ് എൽ ഉണ്ടാവും. സോ ഐ എ ഡിവൈഡഡ് ബൈ ഒമേഗ 1 മൈനസ് ഇ റേസ് ടു ഐ ഒമേഗ. കറക്റ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ട് ക്വസ്റ്റ്യൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഈ ഒറ്റ ക്ലാസ്സിൽ അവസാനിപ്പിച്ചല്ല, എനിക്ക് പ്രോബ്ലം തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്രോബ്ലം ചെയ്തത് മാത്രം. നമുക്ക് ഇതിന്റെ ബാക്കി വെറൈറ്റി പ്രോബ്ലംസ് നമുക്ക് ചെയ്യണം. ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻസും തരുകയും ചെയ്യാം കേട്ടോ, നാളെ തരാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഫോറിയർ ഇന്റഗ്രലും ഫോറിയർ സീരീസും നോക്കണം, എക്സാം നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഫോറിയർ ട്രാൻസ്ഫോം കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ടീച്ചർ റെക്കോർഡിംഗ് ഓഫ് ചെയ്തോളൂ. കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ ചെയ്തോട്ടെ. ഇനി ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക്